കാൽ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലിരുന്ന് ആമേൻ യൂട്യൂബ് ചാനൽ വഴി ഈ മെസ്സേജ് കേൾക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ആമേൻ. അല്പനിമിഷം ധ്യാനിപ്പാൻ 139 സങ്കീർത്തനം അതിൻ്റെ 10 വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ആമേൻ ചോദിക്കുകയാണ്. 139 സങ്കീർത്തനം അതിൻ്റെ 10 വാക്യം. അവിടെയും നിന്റെ കൈ എന്നെ നടത്തും, നിന്റെ വലം കൈ എന്നെ പിടിക്കും. സ്തോത്രം. ആമേൻ. നമുക്കറിയാം ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. ആമേൻ. ഓരോ വാക്കുകൾക്കകത്തും ഒത്തിരി ആലോചനകൾ അടങ്ങിയിരിപ്പുണ്ട്. സ്തോത്രം. ആമേൻ. ഒരിക്കലും ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഓടി ഒളിക്കാൻ ഒരു വ്യക്തിക്കും കഴിയില്ല. സ്തോത്രം. നോക്കൂ, ഹല്ലേലൂയ. ഇവിടെ 1 വാക്യം നമുക്കറിയാം, യഹോവേ നീ എന്നെ ശോധന ചെയ്തു അറിഞ്ഞിരിക്കുന്നു. സ്തോത്രം. 1 വാക്യത്തിൽ ദാവീദിനെ അറിയുന്ന ഒരു ദൈവം. സ്തോത്രം. എന്നാൽ ആ വാക്യം താഴോട്ട് നമ്മൾ പഠിച്ചു വരുമ്പോൾ ദാവീദ് ദൈവസന്നിധിയിൽ വളരെ ഭാരത്തോടെ ആയിരിക്കുക. ആമേൻ. നമ്മൾ പലപ്പോഴും അങ്ങനെയല്ലേ, ചില വേദനകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ, നാം ചേർത്ത് പിടിച്ചവർ നമ്മെ ഒറ്റപ്പെടുത്തുമ്പോൾ, ആമേൻ, നമ്മൾ ആമേൻ ആഗ്രഹിക്കുന്ന തലത്തിൽ അവർ വരണമെന്ന് ആഗ്രഹിക്കുമ്പോൾ, ആമേൻ, അതിൻ്റെ 7 അയലകത്ത് പോലും വരാതെ അവർ അതിലേക്ക് തട്ടിക്കളഞ്ഞു പോകുമ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വിഷമം അത് ഭയങ്കരമാണ്. സ്തോത്രം. എന്നാൽ ഇവിടെ ദാവീദ് ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥനയോടെ ഇരിക്കുമ്പോൾ, ഞാൻ ഉഷസ്സിൽ ചിറക് ധരിച്ച് സമുദ്രത്തിൻ്റെ അറ്റത്ത് ചെന്ന് പാർത്താൽ, കണ്ടോ, എവിടെ ദാവീദ് പോയി പാർത്താലും ദാവീദ് പറയുക, അവിടെയും നിന്റെ കൈ എന്നെ നടത്തും. കണ്ടോ, എവിടെ പോയി പാർത്താലും ദൈവം നിന്നെ നടത്തും. ഉറപ്പായിട്ട് നമുക്കറിയാം, യേശു കർത്താവിനെ ക്രൂശിൽ കയറ്റി എന്ന് പത്രോസ് അറിഞ്ഞപ്പോൾ, പത്രോസ് പടകും വലയൊക്കെ തട്ടിക്കുടഞ്ഞെടുത്ത്, കാരണം അതുവരെ ഇവർക്കെല്ലാം ആഹാരം കൊടുത്തതാ, അത്ഭുതങ്ങൾ കണ്ടവരാ ഇവരെല്ലാം അത്ഭുതം കണ്ടവരാ. ആമേൻ. മരിച്ചവൻ എഴുന്നേറ്റ് നടക്കുന്നതും, പച്ചവെള്ളത്തെ വീഞ്ഞാക്കുന്നതും, കുരുടൻ കാണുന്നതും, ചെകിടൻ കേൾക്കുന്നതും, ഊമൻ സംസാരിക്കുന്നതും, ആമേ കുഷ്ഠരോഗി സൗഖ്യമാക്കുന്നതും, പക്ഷപാതക്കാരൻ കട്ടിലും എടുത്തുകൊണ്ട് നടക്കുന്നതും, ആമേൻ, ഒത്തിരി ഇവർ അത്ഭുതം കണ്ടവരാ. സ്തോത്രം. പക്ഷേ പത്രോസ് യേശു കർത്താവിനെ ക്രൂശിൽ കയറ്റിയപ്പോൾ പത്രോസ് മനസ്സിൽ ചിന്തിച്ചു കാണും, ഇനി രക്ഷയില്ല, ഇനി ജോലി ചെയ്താലേ എന്തെങ്കിലും കിട്ടൂ, എന്തെങ്കിലും ലഭിച്ചോ. എൻ്റെ പൊന്നഭിഷക്തന്മാരെ, ദൈവത്തെ ഒഴിച്ചു നിർത്തി ഈ ഉലകത്തിൽ ഒരു ആളിനും ഒന്നും ചെയ്യാൻ പറ്റില്ല. സ്തോത്രം. ദാവീദ് ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് പറയുക, നീ മുൻപും പിൻപും എന്നെ അടച്ചു, നിന്റെ കൈ എൻ്റെ മേൽ വച്ചിരിക്കുന്നു. കണ്ടോ, മുൻപും പിൻപും എല്ലാ വശങ്ങളിലും ദാവീദിനെ അറിയുന്ന ഒരു ദൈവം. സ്തോത്രം. ഈ പ്രഭാതം നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ ചെയ്യുമോ അതിൻ്റെ 10 മടങ്ങ് പ്രതിഫലം ഉറപ്പായിട്ടും നമ്മുടെ കൂടാരത്തിൽ ദൈവം തരും. ശമനപരകതുനി വൈഡകരാജകൽക്കനാദി. അപ്പോൾ പത്രോസ് അങ്ങനെ പടകെടുത്തുകൊണ്ട് പോയെങ്കിൽ ദാവീദ് വിചാരിച്ചു, എനിക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഒളിക്കാം. ഇല്ല, ഒരു അഭിഷക്തന്മാരും അങ്ങനെ ചിന്തിക്കണ്ട, ഒരു അഭിഷക്തന്മാരും ചിന്തിക്കണ്ട ഓടി ഒളിച്ചു കളയാമെന്ന്. കാരണം നിങ്ങളുടെ അഭിഷേകമല്ല അത്, അഭിഷേകം നിങ്ങളുടേത് അല്ല, അത് ഒരാൾ നിങ്ങളെ ഏൽപ്പിച്ചതാ ശുശ്രൂഷ ചെയ്യാൻ. സ്തോത്രം. ആമേൻ. അത് നിങ്ങളുടെ അഭിഷേകമാണോ? നിങ്ങളുടെ അപ്പൻ തന്ന അഭിഷേകമാണോ? അത് നിങ്ങളുടെ അപ്പൻ തന്ന കൃപാവരമാണോ? നിങ്ങളുടെ അപ്പൻ തന്ന ദൂതുകളാണോ നിങ്ങളുടെ നാവിൽ കൂടെ വരുന്നത്? അല്ല. തന്നവന് എത്ര വർഷത്തേക്കാണ് തന്നത്,
എന്നുള്ള ബോധ്യം തന്ന ആളിനുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഓടിയൊന്നും ഒളിക്കണ്ട. എത്രയോ പ്രയാസങ്ങൾ വന്നു അല്ലേ, ബുദ്ധി വന്നു. ഹല്ലേലൂയ. ഒരു പ്ലേറ്റിലിരുന്ന് ആഹാരം കഴിച്ചവർ നമ്മെ ഒറ്റിയില്ലേ? ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. എന്താ അവിടെ മനസ്സിലാക്കുന്നത്? എന്താ അവിടെ നമുക്ക് ലഭിച്ച കാര്യം എന്താ? വചനം പറയുന്നു, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ എന്ത് ചെയ്യും? കൊയ്യും. സംശയമില്ല. പ്രൈസ് ദി ലോർഡ്. അല്ലാതെ ഒരു മനുഷ്യൻ്റെ മുമ്പിൽ നമുക്ക് ഓടി ഒളിക്കാം, പക്ഷേ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് ദാവീദിന് ഒരിക്കലും ഓടി ഒളിക്കാൻ കഴിയില്ല. സ്തോത്രം. ആ ദാവീദ് നല്ല ബോധ്യമുണ്ട്. പറയുകയാണ്, നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടിപ്പോകും? ആമേൻ. ഈ സന്നിധി വിട്ട് എവിടെയെങ്കിലും ഓടാൻ പറ്റുമോ? ഇത്രയും വലിയ ദൈവത്തെ നമുക്ക് ആരാധിക്കാൻ തന്ന ഒരു അവസരം. സ്തോത്രം. പിന്നെ ഓടി നടക്കുക കൊച്ചു പിള്ളേരെ പോലെ. ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മ പറയുന്നു, ദൈവം മുൻപാകെ സലണ്ടർ ആകണം. ഇതിൻ്റെ വഴികൾ ശത്രു ഒന്നൊന്നായി കല്ലിട്ട് മൂടി 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 ഒരെണ്ണം പോലും തുറക്കാത്ത തലത്തിൽ അവൻ അടച്ച് ബന്ധിച്ച് വച്ചിരിക്കുക. നീ പിന്നെയും ദൈവസ്ഥനിൽ നിന്ന് മാറി അകന്ന് ഓടിക്കൊണ്ടിരുന്നാൽ, സ്തോത്രം, ശൗലിൻ്റെ മേൽ ദുരാത്മാവ് വന്നപ്പോൾ ശൗൽ എന്ത് ചെയ്യുന്നറിയാമോ? ഓടി ഒളിച്ചു, ഓടി ഒളിച്ചു. സ്തോത്രം. ശൗലിൻ്റെ മേൽ ദുരാത്മാവ് വന്നപ്പോൾ ശൗലിന് പിന്നെ വ്യക്തികളെ കാണാൻ കഴിയുന്നില്ല. അവന് ഭയമായി. അവൻ ഓടി കച്ചിയുടെ ഇടയിലും ആമേൻ പല ഭാഗങ്ങളിലും ഒളിച്ചിരിക്കാൻ തുടങ്ങി. സ്തോത്രം. ഒളിച്ചിരിക്കുന്നവൻ്റെ ജീവിതത്തിനകത്ത് എന്തെങ്കിലും പ്രാപിക്കാൻ പറ്റുമോ? ഒന്നും പ്രാപിക്കാൻ പറ്റില്ല. ഇന്ന് പകലിൽ അവിടെയും നിന്റെ കൈ എന്നെ നടത്തും. എവിടെ? നീ എവിടെ പോയി പാർത്താലും ദൈവം അറിയാതെ ഈ ഭൂമിയിൽ ഒരിടത്തും പോയി പാർക്കാൻ കഴിയില്ല. ഭൂമിയും അതിൻ്റെ ഭൂതലവും ആമേൻ അതിലെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. സകലതും ദൈവത്തിൻ്റെതാ. ആ ദൈവത്തിൻ്റെ സാമ്രാജ്യത്തിനകത്ത്, ദൈവത്തിൻ്റെ ഭവനത്തിനകത്ത് എനിക്കോ നിങ്ങൾക്കോ എവിടെയെങ്കിലും പോയി ഒളിക്കാമെന്ന് ചിന്തിച്ചാൽ അത് നടക്കത്തില്ല. സ്തോത്രം. കാരണം ദൈവമാണ് നമ്മെ ഓരോ ദിവസവും നടത്തുന്നത്. ദൈവമാണ്. പരിശുദ്ധാത്മാവിൻ്റെ അകത്തളങ്ങളിൽ ആമേൻ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന ദൈവകുഞ്ഞെ, നിന്റെ ജീവിതത്തിനകത്ത് അടയപ്പെട്ട അധ്യായങ്ങൾ ഒന്നൊന്നായി തുറക്കപ്പെടുന്ന നിമിഷങ്ങളാണ് ദൈവാത്മാവിനെ അറിയിക്കുന്നത്. ആമേൻ. 139 സങ്കീർത്തനം അതിൻ്റെ 24 വേദാംശത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, 139 സങ്കീർത്തനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, അതിൻ്റെ 24 വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, അവിടെ ആമേൻ, സ്തോത്രം, ദൈവത്തിൻ്റെ ആമേൻ ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തേണമേ. നോക്കൂ, എന്നെ നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തേണമേ. പ്രൈസ് ദി ലോർഡ്. ഇപ്പം ദൈവമേ, എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ. കണ്ടോ? എന്നെ പരീക്ഷിച്ച് എൻ്റെ നിനവുകളെ ആമേൻ അറിയിക്കണമേ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ആയിരിക്കുന്ന ഓരോ ദൈവ കുഞ്ഞുങ്ങളെയും സൂക്ഷിക്കുന്ന നമ്മുടെ കർത്താവ്, ഹല്ലേലൂയ, ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലിരുന്ന് ഈ സന്ദേശം കേൾക്കുന്ന ആമേൻ എൻ്റെ വാത്സല്യ അഭിഷക്തന്മാരോടും അഭിഷക്തമാരോടും പറയുന്നത്, അവിടെയും നിൻ്റെ കൈ എന്നെ നടത്തും, നിൻ്റെ വലം കൈ എന്നെ പിടിക്കും. ഉറപ്പായിട്ടും നിങ്ങളെ കൈ പിടിച്ചു നടത്തുന്ന ഒരു കർത്താവ് ഇന്ന് പകൽക്കാലം നിങ്ങളുടെ കൂടെയുണ്ട്. ആരെല്ലാം നിങ്ങളെ കൈവിട്ടാലും,
ആരെല്ലാം നിങ്ങളെ ഉപേക്ഷിച്ചാലും, ആരെല്ലാം നിങ്ങളെ മാറ്റി നിർത്തിയാലും, ആരെല്ലാം നിങ്ങളെ അപവാദം പറഞ്ഞാലും, നിങ്ങളെ കളിയാക്കിയാലും, നിങ്ങളെ കൈവിടാതെ പിടിച്ചു നിർത്തുന്നൊരു ദൈവം, കൈവിടാതെ പിടിച്ചു നിർത്തുന്നൊരു കർത്താവ്, എവിടെ പോയി ഒളിച്ചാലും അവിടെ ഇന്ന് കർത്താവ് നിന്നെ നടത്തുവാൻ, നിന്നെ പുലർത്തുവാൻ സർവശക്തനായ ദൈവം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാമോ? പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗത്തിലെ പിതാവേ, ഈ മെസ്സേജ് കേൾക്കുന്ന ജനത്തിനായി അടിയൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ വിഷയങ്ങൾ എന്തായാലും സ്വർഗ്ഗം അത്ഭുതം ചെയ്യണം. തലമുറകൾ കൈവിട്ടവരിന്ന് കരയുന്നുണ്ട്. വ്യക്തികൾ കൈവിട്ടവരിതിനകത്തിരിപ്പുണ്ട്. കർത്താവെ സ്നേഹിച്ചവർ ഇപ്പോഴും ശത്രുക്കളെ പോലെ കാണുന്നവരായിട്ട് നടക്കുന്നുണ്ട്. എന്നാൽ കർത്താവ് കൈവിടാത്ത കർത്താവ് ഈ പകലിൽ ജനത്തെ ചേർത്ത് പിടിക്കണമേ അപ്പ. അവരുടെ കണ്ണീർ തുടയ്ക്കണമേ കർത്താവെ. വലിയ അത്ഭുതങ്ങളിലേക്ക് ദൈവം നടത്തണം. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.